നമ്മുടെ ലാലേട്ടന് അതായത് സിനിമയിൽ തന്നെ ഏറ്റവും ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. വളരെ 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 സന്തോഷമാണ്. ഒരു ലാലേട്ടൻ ഫാൻ എന്ന നിലയിലും സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിലും വളരെ സന്തോഷത്തിലാണ് ഞാൻ. ഈ അവസരത്തിൽ എന്താ പറയണ്ടേ, അത്രയ്ക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയണം, ലാലേട്ടൻ എപ്പോഴും പുറകെ നടന്ന് ചൊറിഞ്ഞു നടക്കുന്ന ഒരുത്തനുണ്ടായിരുന്നല്ലോ. എൻ്റെ പേരെന്ന് ചെകുത്താനോ കുട്ടിച്ചാത്തനോ ഒരുത്തനുണ്ടല്ലോ. ലാലേട്ടൻ അഭിനയിക്കാൻ അറിയത്തില്ല, ഇങ്ങനെയാണോ സിനിമ ചെയ്യുന്നത്, ലാലേട്ടന് ഒരു ഭാവമില്ല, അല്ലെങ്കിൽ ലാലേട്ടന് എന്താ പറയണ്ട, ഒരു കഴിവുമില്ലാത്തവൻ എന്ന് വരെ പറഞ്ഞ് അപമാനിക്കുന്ന ഒരുത്തനുണ്ട് ഇല്ലേ? എല്ലാവർക്കും അറിയാലോ. കാണടാ, കാണു നീ. വെറുതെ നടക്കുന്ന ഒരാൾക്ക് പിടിച്ചു കൊടുക്കുന്നതല്ല, അല്ലെങ്കിൽ കഴിവില്ലാത്ത ഒരാൾക്ക് പിടിച്ചു കൊടുക്കുന്നതല്ല ഈ ബഹുമതി എന്ന് പറയുന്നത്. നീ അവിടെ ഇരുന്ന് ഈ വായ്ത്തോന്ന് വിളിച്ചു പറഞ്ഞാൽ ലാലേട്ടൻ നിന്നെയൊക്കെ ഇഗ്നോർ ചെയ്യുന്നതാ. നിന്നെയൊക്കെ ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പാതയിലൂടെ കൃത്യം അദ്ദേഹത്തിന് എങ്ങനെ സിനിമ ചെയ്യണം എന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ആ രീതി മുമ്പോട്ട് പോയി. ഇന്ന് അദ്ദേഹം ഏറ്റവും ബഹുമതി വാങ്ങിച്ചിരിക്കുകയാണ് സിനിമയിലെ. നിന്നെപ്പോലുള്ള കൃമികൾ അവിടെ ഇരുന്ന് അതും ഇതൊക്കെ പറയും. നീയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിന്നെയൊക്കെ ഒരു നമ്മുടെ രോമത്തിന്റെ വില പോലും തരുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഒരു സമ്മാനമില്ല. ഈ അവസരത്തിലെങ്കിലും അത് പറയണം. കാരണം കുറേ നാളായിട്ട് അവനിങ്ങനെ പുറകെ കടന്ന് ചെറിയോണ്ടിരിക്കുക. അപ്പൊ നമ്മളെല്ലാം കാണുന്നുള്ള കാര്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഈ അവസരത്തിൽ പറയണം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എന്നെപ്പോലെ തന്നെ സിനിമയെ സ്നേഹിക്കുന്നതും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നതുമായ ആൾക്കാർ എല്ലാവരും തന്നെ സന്തോഷത്തിലായിരിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. ലാലേട്ടന് എന്താ പറയണ്ടേ, ദൈവം ദീർഘായുസ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. ഇനിയും നമുക്ക് ഒരുപാട് സിനിമകൾ കാണാതിരിക്കുന്നു. എന്താ പറയണ്ടേ, നമ്മൾ ലാലേട്ടന്റെ സിനിമകൾ ആസ്വദിക്കാനിരിക്കുന്നു. അപ്പം അതിനൊക്കെയുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ. അപ്പം ഈശ്വരന്റെ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശരി.